പശ്ചിമേഷ്യയിൽ ഇറാനെ ലക്ഷ്യമാക്കി നടക്കുന്ന അക്രമങ്ങളിൽ പ്രതികരണവുമായി ലോക പ്രശസ്ത സംഗീതജ്ഞൻ യൂസുഫ് ഇസ്ലാം. യുദ്ധക്കുതിയന്മാർ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബോംബുകളല്ല, ഭക്ഷണവും കരുണയുമാണ് മനുഷ്യഹൃദയങ്ങൾ കീഴടക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ വിപ്ലവത്തിനു മുമ്പ് തന്നെ ഇസ്ലാമിനെ കണ്ടെത്താനായത് അനുഗ്രഹമായി കരുതുന്നുവെന്ന് യൂസുഫ് ഇസ്ലാം പറഞ്ഞു. ഇസ്ലാമിന്റെ ആത്മീയ സന്ദേശത്തെ ചിലർ തുടർച്ചയായ യുദ്ധമേഘങ്ങൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇറാൻ വിപ്ലവത്തിനു മുമ്പ് മുസ്ലിങ്ങൾ അത്ര ദൃശ്യമല്ലാത്ത കാലത്ത് ഇന്നത്തെ പശ്ചിമേഷ്യ യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കുമായി അടിത്തറയിടുന്ന ഭീകരമായ പ്രചാരണ യന്ത്രങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കുന്നതിന് മുമ്പ് 1977 ഇസ്ലാമിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഞാൻ സവിശേഷമായി അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാകാം. എന്നിരുന്നാലും മനുഷ്യത്വത്തിനായുള്ള ഇസ്ലാമിന്റെ ആത്മീയ സന്ദേശം സൂര്യനെ പോലെ ഇല്ലാതാകാൻ പോകുന്നില്ല. മറിച്ച് തുടർച്ചയായ യുദ്ധങ്ങളെന്ന വിനാശകരമായ മേഘങ്ങളാൽ അവയെ ബോധപൂർവ്വം മറച്ചുപിടിക്കുകയാണ്. യൂസുഫ് ഇസ്ലാം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഇസ്ലാം യേശുവിനെയും മോശയെയും അബ്രഹാമിനെയും പോലുള്ള മഹാനായ പ്രവാചകന്മാരുടെയും ദൂതന്മാരുടെയും വെളിച്ചം ഉൾക്കൊള്ളുന്നു. അത് ആധുനിക ലോക ക്രമക്കേടിലെ പുതിയ കൈസർമാരെയും ഫെറോവമാരെയും അസ്വസ്ഥരാക്കുകയാണ്. ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും ദൈവത്തിൻ്റെതാണെന്നും സമാധാനമാണ് ലോകത്തിന് ആവശ്യമെന്നും യൂസുഫ് ഇസ്ലാം കുറിച്ചു. ചുറ്റിലും ബോംബാക്രമണം നടക്കുന്ന ഒരു ലോകത്തേക്ക് തനിക്കൊരു പേരക്കുട്ടി ജനിച്ചു വീണതിലെ ആശങ്കയും കടുത്ത വേദനയും അദ്ദേഹം പങ്കുവച്ചു. നമ്മുടെ ക്രൂരമായ ലോകത്തേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് എനിക്കൊരു കൊച്ചു പേരക്കുഞ്ഞ് ജനിച്ചു. അതിനു പിന്നാലെ സൈനികർ നമ്മുടെ അയൽപ്പക്കത്ത് ബോംബിട്ട് തുടങ്ങി. ഇതിനെയാണോ നമ്മൾ ക്രൂരമായ ലോകം എന്ന് വിളിക്കേണ്ടത്? അദ്ദേഹം ചോദിക്കുന്നു. കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ വളരേണ്ട ലോകം യുദ്ധക്കളമായി മാറുന്നതിലെ ആശങ്ക യൂസുഫ് ഇസ്ലാം പങ്കുവച്ചു. 1948 ലണ്ടനിൽ ജനിച്ച സ്റ്റീവൻ ഡിമേറ്റർ ജോർജിയോ എന്ന കേറ്റ് സ്റ്റീവൻസ് തന്റെ സംഗീത കരിയറിന്റെ ഏറ്റവും മികച്ച കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. 1976 കാലിഫോർണിയയിലെ മലീബു തീരത്ത് നീന്തുന്നതിനിടെ മുങ്ങി മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയത്. മരണമുഖത്ത് വെച്ച് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും രക്ഷപ്പെട്ട ദൈവമാർഗത്തിൽ ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. തുടർന്ന് സഹോദരൻ സമ്മാനിച്ച ഖുർആൻ വായിച്ച അദ്ദേഹം അതിലെ സന്ദേശങ്ങൾ ആകൃഷ്ടനായി 1977 ഡിസംബറിൽ ഔദ്യോഗികമായി ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് തന്നെ യൂസുഫ് ഇസ്ലാം എന്ന പേര് മാറ്റുകയും വർഷങ്ങളോളം സംഗീതത്തിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു.